ബാംഗ്ലൂർ മുതൽ ഹൈദരാബാദ് വരെയുള്ള NH44 നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആകെ 570 കിലോമീറ്റർ ദൂരമുള്ള ഈ യാത്രയിൽ കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ 3 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നല്ല വീതിയുള്ളതും വിശാലവുമായ ഈ ഒരു ഹൈവേ കടന്നു പോകുന്നത് ചുറ്റിലും കൃഷിത്തോട്ടങ്ങളുടെയും അതുപോലെ തന്നെ ചില വിജനമായ സ്ഥലങ്ങളുടെയൊക്കെ കൂടെ ഇടയിലായിരിക്കും. പ്രത്യേകിച്ച് കർണാടകയിലെ ചിക്കാബല്ലാപുരമൊക്കെ കഴിഞ്ഞാൽ നേരെ ആന്ധ്രയിലാണ് എത്തുന്നത്. അടുത്തൊരു 300 കിലോമീറ്ററോളം ആന്ധ്രാപ്രദേശ് വഴിയാണ് പോകുന്നത്. ഈ ഒരു സ്ഥലത്ത് ട്രാഫിക് വളരെ കുറവാണ്. രാത്രിയിലൊക്കെയാണ് നമ്മൾ ഈ വഴി പോകുന്നതെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഈവൻ നമ്മൾ ബ്രേക്ക് ഡൗൺ ആവുകയോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹായത്തിനൊരാളെ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായ കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ പരമാവധി ഈ ഒരു സ്ഥലത്ത് കൂടി രാത്രി യാത്ര ഒഴിവാക്കുന്നതായിരിക്കും സേഫ്, പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആയി പോകുന്നപ്പോൾ. ഹൈദരാബാദിലേക്ക് 438 കിലോമീറ്ററാണ്. റോഡ് നോക്കുക, ഒരു രക്ഷയില്ല. റോഡ് കിടിലൻ റോഡ്. നേരെ എന്താ സംഭവം, അതിൻ്റെ മുകളിൽ വലിയ ഒരു പാറ അല്ലേ, വലിയ പാറക്കുന്ന്. ഇതിന്റെ കുറെ കുന്നുകൾ നമ്മുടെ നാട്ടിലിങ്ങനെ പച്ചപ്പുള്ള കാടുകളിൽ കുന്നുകളല്ലേ, അത് പകരം ഇവിടെ പാറക്കുന്നുകളാണ്. നമ്മൾ ചായ പറഞ്ഞാൽ ഇവിടെ ഒരു നല്ലൊരു ഹോട്ടൽ കിട്ടാൻ നല്ല പാടാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നോക്കുന്നത്. രാവിലെ കഴിച്ചത് ഭയങ്കര എന്ന് പറയുന്നത് ഭയങ്കര മോശം സ്ഥലമാണ്. അങ്ങനെ രാവിലെ കുറച്ച് പണി കിട്ടി. അതും തപ്പി നമ്മൾ ഒരുപാട് ആന്ധ്രാപ്രദേശിൽ ചായ കുറച്ച് പാടാണ്. നല്ല ചായ നല്ല ചായയാണ്. ഇതിന്റെ ഇറാനി ചായ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചായ ഓപ്ഷൻസ് ഉണ്ടല്ലേ. പക്ഷെ ഹോട്ടൽസ്, വൃത്തിയുള്ള ഹോട്ടൽസ് കുറവാണ്. ഇത്രയേ ഉള്ളൂ, ഒരു ഗ്ലാസിന്റെ സൈസ് ഇത്രയേ ഉള്ളൂ. കണ്ടല്ലേ, ഇതാണ് ഗ്ലാസ് ചായ. അതിന് ഇത്ര പേരുണ്ട്. റോഡ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് റോഡാണല്ലേ, ഒരൊറ്റ റോഡാണ്. ഈ റോഡ് ഏകദേശം ഒരു കിലോമീറ്ററോളം നമുക്കിങ്ങനെ നീളത്തിൽ കാണാൻ പറ്റും. അത് കണ്ടില്ലേ, ഒരു ടാങ്കറിന്റെ മുകൾ ഭാഗം കണ്ടില്ലേ നമ്മൾ ദൂരത്ത് കാണുന്നത്. ഇവിടെ നാളത്തേക്ക് ഏകദേശം ഒരു 2 കിലോമീറ്റർ അധികം ഉണ്ടാവില്ലേ, അത്രയും ദൂരത്ത് നമുക്ക് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ കാറ്റാടിപ്പാടല്ലേ, കൊഞ്ചോ കാറ്റാടിപ്പാട നോക്കി. ലെഫ്റ്റ് സൈഡിൽ അടുത്ത് കാണുന്നുണ്ടല്ലോ. ശരിയാണ്, കാറ്റാടിപ്പാട് കുന്നിന്റെ മുകളിൽ നോക്കി. വാവ്, നൈസ് അല്ലേ, കാണാൻ നല്ല ലുക്കായിരിക്കും ഇതിന്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. ഇപ്പം ബാംഗ്ലൂർ നേരെ കർണാടകം കഴിഞ്ഞിട്ട് നേരെ ആളോട്ട് പോകുന്ന റൂട്ടാണ്. അപ്പോൾ പോകുന്ന വഴിക്കാണ് നമ്മളിവിടെ നേരത്തെ. ഇതാണ് ഈ സംഭവം. ഇതെന്ന് വെച്ചാൽ വലിയൊരു ഇവിടുത്തെ കിയേൻ്റെ ഒരു ഫാക്ടറിയാണ്, വലിയൊരു ഫാക്ടറിയാണ്. കണ്ടില്ല, ഇത്രയും ഇവിടുന്ന് സ്റ്റാർട്ടായിട്ട് അങ്ങ് അവിടം വരെ ഉണ്ട്. എനിക്കൊന്ന് അങ്ങ് ഒരു ട്രക്കിലൊക്കെ ഇങ്ങനെ കണ്ടെയ്നറിലൊക്കെ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചിട്ടുണ്ട്. ചെറിയൊരു തീപ്പെട്ടിയൊക്കെ വെച്ച കണക്ക് നമ്മൾ ദൂരത്തിനും അങ്ങനെ തോന്നുന്നു. തീപ്പെട്ടിയൊക്കെ വെച്ചതുപോലെ ഈ കണ്ടെയ്നറിൽ ഈ കിയയുടെ കാറുകൾ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചിട്ടുണ്ട്. കൊഞ്ചോ നീ അങ്ങ് ദൂരെ ഇങ്ങനെ കുറേ അട്ടിക്കട്ടിക്ക് വെച്ചിട്ട് തീപ്പെട്ടി പോലെ അട്ടിക്കട്ടിക്ക് വെച്ചിട്ടുണ്ടോ? അതെല്ലാം കിയൻ്റെ കാറുകൾ. നീ എന്നെ ചോദിക്കല്ലേ, അച്ഛൻ്റെ കാർ ഏടുന്ന് ഉണ്ടാക്കി, ഇനി ഓരോ കാറും എല്ലാം കാണുമ്പം ഇതെല്ലാം ഏടുന്ന് ഉണ്ടാക്കില്ലെന്നെല്ലാം ചോദിക്കല്ലേ. ഇവിടുന്നാണ് ഈ കാറെല്ലാം ഉണ്ടാക്കുന്നത്. അതായത് ഉണ്ടാക്കുന്ന ഫാക്ടറിയാണത്. ഇവിടുന്ന് ഉണ്ടാക്കിയിട്ടാണ് ഓരോ സ്ഥലത്തേക്കും, ഇന്ത്യയുടെ ഓരോ സ്ഥലത്തേക്കും കയറ്റിയേക്ക്. നമ്മളെ കേരളത്തിലേക്ക്, നമ്മുടെ നാട്ടിലോട്ടൊക്കെ വരുന്നത് ഇടുന്നതാണ്. ആ കണ്ടെയ്നർ ഉണ്ട്, വലിയ കണ്ടെയ്നർ. ആ കണ്ടെയ്നറിൽ ഇങ്ങനെ പറക്കി വെക്കും, അട്ടിക്ക് വെക്കും. എന്നിട്ട് ഒരു കണ്ടെയ്നറിൽ തന്നെ ഏകദേശം 10-100 കാറുണ്ടാവും അട്ടിക്ക് വെച്ചിട്ട്. അതാണ് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ സപ്ലൈ ചെയ്യുന്നത്. കർണാടകത്തിൽ വന്നിട്ട് ആന്ധ്രാപ്രദേശിൽ കയറിയ ശേഷം കഴിഞ്ഞ 10-70 കിലോമീറ്ററിൽ നമ്മൾ അത്യാവശ്യം കൂടുതൽ കണ്ട ഒരു ബിൽഡിംഗ്, ഇതുപോലത്തെ ഒരു ടൗൺഷിപ്പ് കണ്ടത് ഈ ഒരു അനന്തപുരം ഈ ഒരു സ്ഥലത്താണ്. അല്ല, ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലത്തെ ഒന്നും കണ്ടിട്ടില്ല. മിക്കവാറും ഇൻഡസ്ട്രിയൽ ഏരിയാസും പിന്നെ കുറെ വിജനമായ സ്ഥലങ്ങളും മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഇപ്പാണ് കുറച്ച് നമ്മളൊരു ടൗൺ കാണാൻ തുടങ്ങി, ആൾക്കാരൊക്കെ കണ്ടു തുടങ്ങിയത്. വീണ്ടും ഇവിടുത്തെ ടോളെല്ലാം 100 രൂപയ്ക്ക് താഴെയുള്ള ഒരു ടോൾ ഇപ്പോൾ 3-4 ടോൾ കഴിഞ്ഞു. എല്ലാം 100 രൂപയ്ക്ക് എബോ ആണ്. പക്ഷേ ടോള് കൊടുക്കുന്നുണ്ടെങ്കിലും എന്താ പറയാ, എല്ലാം നല്ല അടിപൊളി റോഡാണ്. കുഴപ്പമില്ല. നമ്മളെ കേരളത്തിലൊക്കെ ആണെങ്കിൽ എന്റെ മകൻ ഒരു 50 കിലോമീറ്റർ പോകണമെങ്കിൽ 2 മണിക്കൂർ എടുക്കണം. കോരി അത് നെല്ല് കണ്ടില്ലേ, നാഷണൽ ഹൈവേയിലാണ് ഇവർ നെല്ലെല്ലാം ഉണക്കാനായിട്ട് നേരെ അതും വണ്ടി പോകുന്ന വഴിയിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് പാലാണ് കേട്ടോ. ഇതെന്താ പണി നടക്കുന്നല്ലേ, പാലത്തിന്റെ പണി നടക്കുന്നുണ്ട്. ഈ റോഡ് ക്ലോസ് ആക്കിയിട്ടുണ്ട്, ഡൈവേർഷനാണ്, വെറുതെ അല്ല. ഒരു വലിയ പാലാണ് ഇത്. എന്തിന്റെ പാലാണ് അറിയാം? ഇതിന്റെ താഴെയുള്ളത് കൃഷ്ണ നദിയാണ്. അതായത് കൃഷ്ണ നദി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ 3ാമത്തെ 3rd ലാർജസ്റ്റ് റിവറാണ് ഇന്ത്യയിലത്തെ. കരിക്ക് കൊഞ്ചോ കരിക്ക് വേണ്ടേ?
അവസാനം കരിക്ക് കിട്ടിയല്ലേ? കരിക്ക് നോക്കി നടക്കുന്നത്. നമ്മളിപ്പോൾ കുർണൂർ ഏകദേശം 100 കിലോമീറ്ററായി. 100 കിലോമീറ്റർ അങ്ങനെ 100 കിലോമീറ്റർ ഒരു കരിക്ക് തപ്പി നമ്മളിങ്ങനെ നടക്കണം. അവസാനം ഇതാ ഒരു കരിക്ക് നമ്മളെ തേടി ഇങ്ങനെ വന്നു. എവിടെയൊക്കെ കരിക്ക് കിട്ടാൻ ഭയങ്കര പാടാണ്. ഇതാ കൊഞ്ചു കരിക്ക്. ഈ ഒരു സ്ഥലത്തോട്ട് വരുന്ന വഴിയിൽ കുറേ കൃഷിത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. കൃഷിത്തോട്ടങ്ങൾ ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഉണ്ട്. അതായത് തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, ഇവിടെയൊക്കെ കൃഷിത്തോട്ടങ്ങളാണ്. ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ കുറേ ചെറിയൊരു ചെടികളിൽ പാടത്ത് ചെറിയ ചോന്ന കളർ കണ്ട്. അപ്പോൾ നോക്കുമ്പോഴേക്ക് സംഭവം എന്ന് വെച്ചാൽ ഇത് മറ്റേ മുളകില്ലേ, ചുവന്ന മുളക്, അതാണ് സംഭവം. ഇതാ ആണ് ചുവന്ന മുളകിൻ്റെ പാടമാണിത്. ഓ, പുല്ലും വണ്ടി. അപ്പോൾ നമ്മൾ രാവിലെ 6:30 അവിടെ നിന്ന് ഇറങ്ങിയതാണ്. 6:30 ഇപ്പോൾ ഏകദേശം സമയം 8 മണി കഴിഞ്ഞു. 8:08 ആയി സമയം. ഇപ്പം ഇനിയൊരു 1/4-3 മണിക്കൂർ കൊണ്ട് നമുക്ക് നമ്മളെ റൂം പിടിക്കാൻ പറ്റും തോന്നുന്നു. നമ്മൾ റൂം എടുത്തിരിക്കുന്നത് സെക്കന്ദരാബാദിലാണ് റൂം എടുത്തത്. ഒരു ബിലോ 2000 ആണ് ഒരു റൂമിനൊരു പെർ ഡേ വരുന്നത്. അപ്പോൾ നമ്മൾ 2-3 ദിവസം ഇവിടെ ഹൈദരാബാദ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ടോട്ടൽ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടുള്ള ടോളിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 670-680 രൂപയാണ് ടോൾ എമൗണ്ട് കൊടുത്തത്. ഇനിയിപ്പോൾ ഒരു ടോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഇനി 1-2 ടോൾ കൂടി കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഏകദേശം 800-850 രൂപ ടോളിൻ്റെ എമൗണ്ട് മാത്രം ആയിരിക്കും വരുന്നത്. പിന്നെ പെട്രോൾ ഡീസൽ ചാർജ് ബാംഗ്ലൂർ ടു ഹൈദരാബാദ് വരുന്നത് ഒരു 2000 സംതിങ് ആണ് വരും. 2500 ആ എമൗണ്ടാണ് ഏകദേശം വരുന്നത്. 2500 ഡീസൽ ചാർജാണ് പറഞ്ഞത്. അതായത് ഡിപ്പെൻഡ്സ് ഓൺ മൈലേജ്. അത് 2500, 2000, 2500, 3500, 3800 ആ റേഞ്ചിലാണ് നോർമലി വരുന്നത്. പെട്രോൾ മൈലേജിനനുസരിച്ച് വരുന്നത്. പക്ഷെ നമ്മൾ ഇത്രയും 15 മണിക്കൂർ എടുത്തെങ്കിലും പക്ഷെ നല്ല ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ്. ബോറടിച്ചില്ല. കാരണം നമ്മളിങ്ങനെ അതെ. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ പാട്ടും പാടിയിട്ടാണ് വന്നത്. എവിടെയും അധികം ആകെ 1-2 സ്ഥലത്ത്, ഒരു സ്ഥലത്തൊരു കൃഷ്ണ, അവിടെ ആ ഒരു സ്ഥലത്ത് കൃഷ്ണാനദി അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടായ അനുസരിച്ച് അവിടെ ഒരു 10-15 മിനിറ്റ് ബ്ലോക്കിൽ ഉണ്ടായത് ഒഴിച്ചിട്ട് വേറൊരു ബ്ലോക്ക് ഒന്നും ഉണ്ടായില്ല അല്ലേ? ബാക്കിയെല്ലാം നല്ല. ഇവിടെ നമ്മൾ ഹൈദരാബാദിലോട്ട് എത്തിക്കൊണ്ടിരിക്കുമ്പോഴുള്ള കുറച്ച് തിരക്കുകളുണ്ട്, സ്വാഭാവികം. തീർച്ചയായിട്ടും അതുണ്ടാവും. ഈ ഒരു സമയം കൂടിയാണ് 8-8:30 ഈ ഒരു പീക്ക് ടൈമാണ്. അല്ലാതെ നമ്മൾ വേറെ വലിയൊരു ബുദ്ധിമുട്ടൊന്നും അനുഭവിച്ചില്ല. നല്ല ഈസി ആയിട്ടാണ് നമ്മൾ നല്ല പാട്ട് പാടിയാണ് വന്നത്. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആകെയുള്ള പ്രശ്നം നമ്മൾ ഈ ഒരു റൂട്ടിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് ഉറക്കം വരും. കാരണം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഓട്ടോമാറ്റിക് നമ്മൾ ടോപ്പ് ഗിയറിലിട്ടിട്ട് അങ്ങ് വരാനേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പോകുമ്പം പെട്ടെന്ന് ഉറക്കം വരും. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇടയിൽ ഒരു 3-4 ചായയൊക്കെ കുടിച്ച് ഒരു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കയറി. അതുകൊണ്ടാണ് ഇത്രയും 15 മണിക്കൂറൊക്കെ എടുത്തത്. 15-15.5 മണിക്കൂർ എടുത്തത്. അല്ല നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് സമയം ചിലവഴിച്ചു. അതല്ല എന്നുണ്ടെങ്കിൽ നോർമലായിട്ട് വരികയാണെങ്കിൽ ഒരു 10-11-12 മണിക്കൂറിൽ താഴെ മാത്രമേ വരും ടോട്ടൽ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇത് ഈ റൂട്ടിലൂടെ വരും. ആന്ധ്രാപ്രദേശിന്റെ റൂട്ടിലൂടെ കുറെ സ്ഥലം വിജനമായ സ്ഥലമാണ്. അപ്പൊ നമ്മള് ഡേ ടൈമിൽ വരുന്നതായിരിക്കും നല്ലത്. രാത്രി ടൈം ആന്ധ്രാപ്രദേശ് റൂട്ടിലാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു 10-50 കിലോമീറ്റർ കഴിഞ്ഞ് അടുത്തൊരു ചെറിയ ജംഗ്ഷൻ വരുന്ന 10-50 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് വരും. രാത്രിയിൽ ശരിയാണ്, കറക്റ്റ്. രാത്രിയിൽ ഒരു ഹോട്ടലും കാണണമെന്നില്ല. പകല് തന്നെ മര്യാദ കാണാൻ പറ്റില്ല അല്ലേ? 200 കിലോമീറ്റർ ഭയങ്കര ശോകമായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് റോഡിൽ ഡ്രൈവ് ചെയ്താൽ നല്ല സുഖമായിരുന്നു. വാഹനങ്ങളൊന്നും അധികമില്ല. നല്ല കത്തിച്ച് വരികയാണ് ചെയ്തത്. ഹൈദരാബാദിലെ വിശേഷം കൂടി നമ്മൾ വീണ്ടും വരും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ടെക്കി ഫോക്കസ്. പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.